ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഹ്യൂജ് ടെക്നോളജി റാലിയാണ് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് ഇൻഡെക്സുകൾ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഈ ഇൻഡെക്സുകൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4.9 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. എൻവിഡിയയുടെ സ്റ്റോക്ക് പ്രൈസ് $201.03 പെർ ഷെയർ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. റിസൾട്ടിന് ശേഷം തീർച്ചയായിട്ടും എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $5 ട്രില്യൺ ക്രോസ് ചെയ്തേക്കാം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ സ്റ്റോക്കുകളുടെയും കൂടിയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് $5.34 ട്രില്യൺ ആണ്. ഇന്നലത്തെ ക്ലോസിംഗ് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എൻവിഡിയ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എൻ്റയർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് എൻവിഡിയനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ $4 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്ലബിലേക്ക് മൈക്രോസോഫ്റ്റും കൂടി വന്നിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.03 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ എൻട്രി ആപ്പിളിൻ്റേതാണ്. ആപ്പിൾ ഇന്നലെ ഒരവസരത്തിൽ $4 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്രോസ് ചെയ്തിരുന്നു. പക്ഷെ ക്ലോസിങ്ങിൽ സ്ലൈറ്റ്ലി വീക്കാണ്. $3.9 ട്രില്യൺ ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നോ നാളെ ആയിട്ട് ആപ്പിളും $4 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഹിറ്റ് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ബ്രോഡ്കോം, AMD ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മെറ്റ പ്ലാറ്റ്ഫോമും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ AI റിലേറ്റഡ് ചിപ്പ് സ്റ്റോക്കുകൾ തന്നെയാണ് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചാറ്റ് GPT പാരന്റ് കമ്പനി ഓപ്പൺ AIയിലെ മൈക്രോസോഫ്റ്റിന് 27% സ്റ്റേക്ക് കൊടുത്തിരിക്കുകയാണ്. 2032 വരെ ഓപ്പൺ AI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് പ്രോഡക്റ്റുകളും മൈക്രോസോഫ്റ്റിന് യൂസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് മൈക്രോസോഫ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് തന്നെയാണ് ഗ്ലോബലി വന്നുകൊണ്ടിരിക്കുന്നത്. സൗത്ത് കൊറിയയിലാണെങ്കിൽ SK ഹൈനിക്സ് ചിപ്പ് റിലേറ്റഡ് അല്ലെങ്കിൽ AI റിലേറ്റഡ് ചിപ്പ് സെറ്റുകളെല്ലാം തന്നെ 2026 ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള ഓർഡേഴ്സ് എല്ലാം തന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം എൻവിഡിയ അതുപോലെ തന്നെ ഓപ്പൺ AI ഈ കമ്പനികൾ മറ്റു ഗ്ലോബൽ കമ്പനികളൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള കൊളാബറേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചൈനീസ് എൻറ്റിറ്റികളുടെ അപ്പർ ഹാൻഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള മൂവ് തന്നെയാണ്. എന്നിരുന്നാലും ഗ്ലോബൽ റിസർച്ചുകളൊക്കെ പറയുന്നത് 2030 ആവുമ്പോഴേക്കും ചൈന ആയിരിക്കും AI രംഗത്ത് മുന്നിട്ട് നിൽക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഓവറോൾ റിപ്പോർട്ടുകൾ അമേരിക്കൻ മാർക്കറ്റിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. സിറ്റാഡൽ സെക്യൂരിറ്റീസ് പറയുന്നത് $7 ട്രില്യൺ മണി മാർക്കറ്റ് ഫണ്ടുകളിൽ പാർക്ക് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ കുറച്ചൊക്കെ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്തേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. ഇത് വീണ്ടും അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകിയേക്കാം. ഇന്നാണ് US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. തീർച്ചയായിട്ടും 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനാണ് സാധ്യതകൾ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ വീണ്ടും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എമർജിംഗ് മാർക്കറ്റുകളെ സംബന്ധിച്ചും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഒപ്പം ഇന്നലെ നമ്മൾ മറ്റു മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഓൾമോസ്റ്റ് മിക്സഡ് ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ജാപ്പനീസ് മാർക്കറ്റുകൾ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് മുന്നേറുകയാണ്. ജാപ്പനീസ് നിക്കായ് ഇന്ന് മോർണിംഗിൽ 51,300 ലെവലൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റിൽ സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ട്. അതേസമയം സൗത്ത് കൊറിയൻ മാർക്കറ്റിൽ നിന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സാംസങ് പോലുള്ള ഓഹരികൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സാംസങ്ങും ഓപ്പൺ AI ആയിട്ടൊരു ടൈപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പൊതുവെ ചൈനയിലും ഹോങ്കോങ്ങിലും കൊറിയയിലൊക്കെ ഇന്ന്
വീണ്ടും ടെക്നോളജി സ്റ്റോക്കുകൾ റാലി ചെയ്യാണ്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ മൈനർ ലോസോട് കൂടിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വീണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിങ്ങും ബെറ്റർ സെൻറ്റിമെൻറ്റും തന്നെയാണ്. Q2 റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളായിട്ട് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യ US ട്രേഡ് ഡീല്, ചൈന US ട്രേഡ് ഡീല്, നാളെയാണ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിങ്ങിൽ US ചൈന ട്രേഡ് ഡീൽ സൈൻ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും വീണ്ടും നല്ല വൊളാട്ടൈൽ മോഡിലാണ്. ഇന്നലെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ $3886.3 പെർ ഔൺസ് വരെയൊക്കെ സ്പോട്ട് ഗോൾഡ് താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $3952 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സിൽവർ ഇന്നലെ $45.48 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. പക്ഷെ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $47.21 പെർ ഔൺസിനാണ്. നല്ല വൊളാറ്റിലിറ്റിയാണ് ഈ രണ്ട് കമോഡിറ്റികളിലും. ഇതിന് പ്രധാനപ്പെട്ട കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് ഈ രണ്ട് കമോഡിറ്റികളും കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് മുന്നേറിയിരുന്നത്. അതിൻ്റെ ഒരു ടെക്നിക്കൽ ലെവലിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഇതിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ലണ്ടൻ ബുള്ളിയൻ മെറ്റൽ അസോസിയേഷനിൽ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട് ജപ്പാനിൽ. ആ അസോസിയേഷനിൽ ഭൂരിപക്ഷം പേരും പറഞ്ഞിരിക്കുന്നത് 2026 എൻ്റെ ആകുമ്പോഴേക്കും ഗോൾഡ് $5000 ക്രോസ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇത് പൊതുവെ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. എന്നിരുന്നാലും ഗോൾഡ് ഷോർട്ട് ടൈമിൽ നല്ല വൊളാറ്റിലിറ്റി കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. 50-day മൂവിങ് ആവറേജ് വരുന്ന ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ $3750 ഒരു പക്ഷേ $3750 $4400 പെർ ഔൺസിൽ റേഞ്ചിൽ ഗോൾഡ് ട്രേഡ് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. അപ്പോൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സിൽവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നലെ ഹിറ്റ് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്ത് മാക്സിമം $45 പെർ ഔൺസ് വരെയൊക്കെ വന്നേക്കാം. അപ്പം $45-55 പെർ ഔൺസ് റേഞ്ചാണ് സിൽവറിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ഇന്ന് ഓൾ ടൈം ഹൈനടുത്താണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നാളെ US ചൈന ഡീല് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോപ്പർ വീണ്ടും നല്ല രീതിയിൽ മുന്നേറിയേക്കാം. ഇന്നോ നാളെയൊക്കെ ആയിട്ട് കോപ്പറും പുതിയ റെക്കോർഡ് ഹൈ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സിങ്ക്, അലുമിനിയം ഈ കമോഡിറ്റികൾ മുന്നേറുകയാണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ വീണ്ടും താഴെ പോയിരിക്കുകയാണ്. US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് $88.29 പെർ റുപ്പി പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തെ IIP ഡാറ്റ വന്നിരുന്നു 4%. കഴിഞ്ഞ മാസം അതായത് ഓഗസ്റ്റിലും അത് 4% മാനുഫാക്ചറിങ് പക്ഷേ മുന്നേറാണ്. 4.8% മാനുഫാക്ചറിങ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ ന്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അഡാനി പോർട്സ്, വധാവൻ പോർട്ട് വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ളൊരു പോർട്ടാണ്. 10 പോർട്ടുകളിൽ ലോകത്തിലെ ടോപ്പ് 10 പോർട്ടുകളിൽ ഒന്നായിട്ട് മാറും ഈ പോർട്ട് കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ. 9 ടെർമിനൽസാണ് ഈ പോർട്ടിലുള്ളത്. ഒരു ടെർമിനൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അഡാനി പോർട്ട് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഫ് ഷോർ പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റും അഡാനി പോർട്ട് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ഡിഗി പോർട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് അഡാനി പോർട്ട് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ന്യൂസ് അഡാനി പോർട്സിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മാർക്ക് മോബിയസ്, ടെമ്പിൾട്ടൻ്റെ പഴയ ലീഡറായിരുന്നു. ഒപ്പം ഇപ്പോൾ അദ്ദേഹം വെറ്ററൻ ഇൻവെസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് അർത്ഥമാക്കേണ്ടതുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മോർണിംഗ് സ്റ്റാറിനെയൊക്കെ US-ത്തെ റിപ്പോർട്ടുകളെയൊക്കെ പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ നല്ല ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള കമ്പനികളാണെന്നാണ് മാർക്ക് മോബിയസും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ FICT നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കമ്പനിയാണ്. 90% ഗവൺമെൻറ്റാണ്
ഇതിൽ ഹോൾഡ് ചെയ്യുന്നത്. 10% മാത്രമാണ് പബ്ലിക്കിൻ്റെ കയ്യിലുള്ളൂ. BPCL ആയിട്ട് അതുപോലെ തന്നെ ഓയിൽ ഇന്ത്യ ആയിട്ടുള്ളൊരു ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. റിഫൈനറി പ്രൊജക്റ്റുകളിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള MOU ആണ്. തീർച്ചയായിട്ടും FACTനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അറൗണ്ട് 900 rupees പെർ ഷെയർ ലെവലിലൊക്കെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സുന്ദരം ഫാസ്റ്റനേഴ്സ്, ഇക്ര ലിമിറ്റഡ്, പ്രീമിയർ എനർജീസ്, അഡാനി ഗ്രീൻ, അതുപോലെ തന്നെ ശ്രീ സിമെൻറ്റ്, M&M ഫൈനാൻഷ്യൽസ്, റൈമണ്ട് റിയാലിറ്റി ഇതൊക്കെയാണ് ഇന്നലെ Q2 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റായിട്ട് IPO വന്ന ടാറ്റ ക്യാപിറ്റലിൻ്റെ റിസൾട്ടും ഇന്നലെ വന്നിരുന്നു. ബെറ്റർ റിസൾട്ട് തന്നെയാണ്. എന്നിരുന്നാലും ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ബജാജ് ഫിനാൻസ് പോലുള്ള ഓഹരികളൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമൊന്നും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം ഡൗൺവേർഡ് റിസ്ക് കുറവുള്ളൊരു സ്റ്റോക്കാണ് ടാറ്റ ക്യാപിറ്റൽ. മോഡറേറ്റ് ഗെയിൻ നമുക്ക് ലോങ് റണ്ണിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇതാണ് Q2 റിസൾട്ട് സൂചിപ്പിക്കുന്നത്. HAL യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ റഷ്യയായിട്ട് ഒരു JV ഫോം ചെയ്യുകയാണ്. SJ100 ഫ്ലൈറ്റുകൾ, എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പാസഞ്ചർ ഫ്ലൈറ്റുകളാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് HALനെ സംബന്ധിച്ച്. ആദ്യമായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എയർക്രാഫ്റ്റ് വരികയാണ് HALൻ്റെ അണ്ടറിൽ, റഷ്യൻ കമ്പനിയായിട്ട്. പോസിറ്റീവ് ന്യൂസാണ്. വേദാന്തയുടെ NCLT ഹിയറിംഗ് ഇന്നാണ്. ഇന്ന് മിക്കവാറും ഒരു വെർഡിക്റ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. ആ വെർഡിക്റ്റ് വരികയാണെങ്കിൽ വേദാന്തയുടെ ഡീമർജർ അടുത്ത മാസങ്ങളിൽ കംപ്ലീറ്റ് ആവും. തീർച്ചയായിട്ടും വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ധാരാളം Q2 റിസൾട്ടുകളുണ്ട്. HPCL, L&T, LIC ഹൗസിംഗ്, CG പവർ, കോൾ ഇന്ത്യ, NMDC, സെയിൽ, NLC, റെയിൽടെൽ, BHEL ഇതൊക്കെയാണ് ഇന്ന് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ. സാത്വിക് ഗ്രീൻ 18 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം സെസ്ക് 300 മെഗാവാട്ടിൻ്റെ സോളാർ പ്രൊജക്റ്റ് ഓർഡർ വിത്ത് എനർജി സ്റ്റോറേജ് ഫെസിലിറ്റി ബാഗ് ചെയ്തിട്ടുണ്ട്. സെസ്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഷിപ്പിംഗ് രംഗത്തുള്ള സീമെക്ക് 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഷിപ്പിംഗ് ഇന്ത്യ ആയിട്ടാണ്. തീർച്ചയായിട്ടും സീമെക്കിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. L&T ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസിലേക്കും കൂടി കടക്കുകയാണ്. തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. 200 ഏക്കർ ലാൻഡിന് വേണ്ടി. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്ലാനുകളാണ് L&Tക്കുള്ളതെന്ന് പറയുന്നു. L&Tനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം മാനുഫാക്ചറിങ് രംഗത്തെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഒരു കോൺഗ്ലോമറേറ്റ് ആണ് L&T. നല്ല രീതിയിൽ ലോങ് റണ്ണിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമ്പനിയും കൂടിയാണ് L&T. റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് ചൈന 2030 ആകുമ്പോഴേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, എനർജി, മെറ്റീരിയൽ സയൻസ്, അതുപോലെ തന്നെ ബയോടെക്നോളജി, പൊതുവെ പറഞ്ഞാൽ ഗ്ലോബൽ സയൻസസിൽ ചൈന ആയിരിക്കും ലീഡർ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് എനിമൽസിലൊക്കെ ചൈന ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓവറോൾ ചൈനീസ് ബയോടെക്നോളജി കമ്പനികൾ അമേരിക്കൻ കമ്പനികളെ മറ്റ് MNC കമ്പനികളെയൊക്കെ പിന്നിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ മസഗൺ ഡോക്കും സ്വാൻ ഡിഫൻസും തമ്മിൽ MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആദ്യമായിട്ടാണ് സ്വാൻ ഡിഫൻസിന് ഒരു ഗവൺമെൻറ് ഓർഡർ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പഴയ റിലയൻസ് നേവൽ ഡിഫൻസ് ആണ് സ്വാൻ എനർജി ടേക്ക് ഓവർ ഇതിന് ശേഷം റിലീസ് ചെയ്തതാണ് സ്വാൻ ഡിഫൻസ്. അറൗണ്ട് 750-780 ലെവലിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റ് വീണ്ടും ചൂട് പിടിക്കുകയാണ്. ഇന്ന് ഓപ്പൺ ആവുകയാണ് ഓർക്കല ഇന്ത്യ ലിമിറ്റഡ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഈസ്റ്റേൺ കോണ്ടിമെൻറ്റ്സിനും അതുപോലെ തന്നെ MTR ഫുഡ്സ്, ഈ 2 കമ്പനികളും ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഒരു നോർവേ കമ്പനിയുടെ സബ്സിഡിയറിയാണ് ഓർക്കല ഇന്ത്യ. ഇന്നാണ് IPO ഓപ്പൺ ആവുന്നത്. 31-ാം തീയതി അവസാനിക്കും. 730 രൂപ പെർ ഷെയറാണ്
നല്ലൊരു IPO ആണ്. ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 13.7 കോടി മാത്രമാണ് ഇക്വിറ്റി ക്യാപിറ്റലുള്ളൂ. അതിൽ 75% ഹോൾഡ് ചെയ്യാൻ പോകുന്നത് പ്രൊമോട്ടർ തന്നെയാണ്. നമ്മൾ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഓഫറിംഗ് ഇപ്പോൾ IPO ഓഫറിംഗ് വരുന്നത് 31.18 പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ്. ബുക്ക് വാല്യൂ 141 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പി റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ 15% മുതൽ 25% വരെ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഓർക്കല ഇന്ത്യ. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് ഓർക്കല ഇന്ത്യ IPO. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇന്ന് വൈകുന്നേരം US ഫെഡിൻ്റെ ഡിസിഷൻ വരെയാണ്. അതോടൊപ്പം തന്നെ നാളെ ട്രംപും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ ഡിസ്കഷൻ പര്യവസാനിക്കും. അതിനുശേഷം ഡീല് സൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നമ്മളൊരു PSU കമ്പനി വളരെ കുറവ് ഷെയർ മാത്രമാണ് ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് ഉള്ളൂ. കുദ്രമുഖ് അയൺ ഓർ കമ്പനി ലിമിറ്റഡ് ആണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഹോൾഡ് ചെയ്യുന്നത്. 99.03%, 0.97% മാത്രമാണ് പുറത്തുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ റെയർ എർത്ത് മിനറൽസ് അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻ രംഗത്തൊക്കെ വലിയ പ്ലാനുകളാണ് ഗവൺമെൻറ്റിനുള്ളത്. തീർച്ചയായിട്ടും ഈ PSU കമ്പനീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ലോങ് റണ്ണിൽ ഒരു പക്ഷേ മുന്നേറാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ടെക്സ്റ്റൈൽ സെക്ടറിനെ ഗ്ലോബലി കോമ്പറ്റിറ്റീവ് ആക്കാൻ വേണ്ടി ധാരാളം മെഷേഴ്സ് അനൗൺസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് രംഗത്ത് അതുപോലെ തന്നെ അപ്പാരൽ മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇപ്പോൾ $37.75 ബില്യൺ നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്സ് 2030 ആകുമ്പോഴേക്കും $100 ബില്യൺ ആയിട്ട് ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ്, വിയറ്റ്നാം, ചൈന ഈ രാജ്യങ്ങളിലെ കമ്പനികളുടെ നിന്ന് വളരെ കുറവിൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യൻ കമ്പനികളെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകളാണ് ഗവൺമെൻറ് ഷോർട്ട് ടു മീഡിയം ടേം ലോങ് ടൈമിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിൽ ഈ കമ്പനികൾക്ക് നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും കിറ്റെക്സ് ലിമിറ്റഡ്, കിറ്റെക്സ് ഗാർമെൻറ്റ്സ് അതുപോലെ തന്നെ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ഈ കമ്പനികളെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇതുകൊണ്ട് നമ്മൾ ലോങ് റണ്ണിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. അതോടൊപ്പം തന്നെ Q2 റിസൾട്ടുകൾ ധാരാളം വരുന്നുണ്ട്. ഒപ്പം അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്നും വരുന്ന ന്യൂസ് ഫ്ലോസ് പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവാണ്. ഇന്ത്യ US ട്രേഡ് ഡീൽ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഫൈനലൈസ് ചെയ്തേക്കാം. ഇതൊക്കെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.